പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ കോഴിക്കോട്ടും ഹോട്ടലുകളിൽ പ്രതിസന്ധി. ബീച്ച് പരിസരത്ത് പ്രവർത്തിക്കുന്ന ശ്രീ വെങ്കടേഷ് ലഞ്ച് ഹോംസിൽ ഊണ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഒഴിവാക്കി. ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ഗ്യാസ് മാത്രമാണ് ബാക്കിയുള്ളതെന്നും പിന്നീട് എന്ത് ചെയ്യുമെന്ന് അറിയില്ലെന്നും ഹോട്ടൽ ഉടമ രാജേഷ് പറയുന്നു. LPG ഗ്യാസ് പ്രതിസന്ധി കോഴിക്കോടുള്ള ഹോട്ടലുകളെയും കാര്യമായി ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിന് സമീപമുള്ള ശ്രീ വെങ്കടേശ ലഞ്ച് ഹോം എന്ന് പറയുന്ന ഹോട്ടലിലാണ്. ഇന്ന് രാവിലെ ഈ ഹോട്ടൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 7 മണിക്ക് ശേഷം 2 സിലിണ്ടറുകൾ കിട്ടിയപ്പോഴാണ് ഈ ഹോട്ടൽ തുറന്നതെന്ന് ഹോട്ടലിന്റെ ഉടമ പറയുന്നു. പക്ഷേ പല വിഭവങ്ങളും ഇന്നിവിടെ ഇവർക്ക് ഒഴിവാക്കേണ്ട ഒരു സ്ഥിതിയാണ്. പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഈ ചോറും മറ്റു വിഭവങ്ങളും കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ മീൽസ് പൂർണ്ണമായും ഒഴിവാക്കി ലഘുവായ ഭക്ഷണങ്ങൾ മാത്രം കൊടുക്കാനേ നിവർത്തിയുള്ളൂ എന്നുള്ളതാണ് ഹോട്ടൽ ഉടമ പറയുന്നത്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഇവിടം പോയിരിക്കുകയാണ്. അത് വലിയ ആശങ്ക ഇവിടെയുള്ള തൊഴിലാളികളിലും സൃഷ്ടിച്ചിട്ടുണ്ട്. ചെറിയ വിഭവങ്ങൾ മാത്രമാണ് നിലവിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവർ പറയുന്നതനുസരിച്ച് ഉഴുന്നുവട പോലെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ തുടർച്ചയായി ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ അതിന് പറ്റിയ ഒരു സ്ഥിതിയല്ല നിലവിലുള്ളത് എന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത്. അതോടൊപ്പം ചോറും പകുതിയോളം വിഭവങ്ങളും ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയാണ്. നിലവിൽ 2 സിലിണ്ടറുകൾ മാത്രമാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ അത് നാളെ ഉച്ചവരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതിനുശേഷം എന്ത് ചെയ്യും എന്ന ആശങ്ക ഈ ഹോട്ടൽ ഉടമ ഉൾപ്പെടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ ആ പ്രതികരണം നമുക്ക് നോക്കാം. വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഇന്ന് രാവിലെ പെട്ടെന്ന് തുറക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഇപ്പോൾ നമ്മളെ മെനുവിൽ പകുതിയോളം സാധനങ്ങളില്ല. ഇന്ന് ഊണ് വെക്കാൻ പറ്റില്ല. ഗ്യാസ് ഇപ്പോൾ അരമണിക്കൂർ മുമ്പ് കിട്ടിയ അത് വെച്ചിട്ടിപ്പോൾ നാമമാത്രമായിട്ട് തുറന്നതാണ്. കാരണം ഒട്ടും ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. കസ്റ്റമേഴ്സ് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ തുറന്നിട്ടില്ല എന്നുള്ള ധാരണയാവും. അതുകൊണ്ട് ഇപ്പോൾ നെയ്റോസ്റ്റ്, ഊത്തപ്പം സാധനങ്ങൾ, ഉപ്മാവ്, പകുതിയിലേറെ സാധനങ്ങളില്ല. അതാകെ ഇന്ന് രാവിലെ 2 സിലിണ്ടർ കിട്ടിയതുകൊണ്ട് തുറക്കാൻ പറ്റി. ഈ ഗ്യാസിന്റെ ആളുകളെ ബന്ധപ്പെടുമ്പോൾ അവരെന്താ പറയുന്നത്? അല്ല, അവർക്ക് സപ്ലൈ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് തരാൻ പറ്റാത്തത് എന്നുള്ളതാണ്. ഇങ്ങോട്ട് ഒരു ദിവസം എത്ര ഗ്യാസ് വേണ്ടി വരും? ഒരു ദിവസം ഒരു 1-1.5 സിലിണ്ടർ ആവറേജ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ. പിന്നെ ചോറിന് വിറകടുപ്പുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ചോറ് വെച്ചാൽ കറികൾ വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചോറ് ഒഴിവാക്കി. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ മുഴുവനായിട്ടും. ഇപ്പം ഇത് തോന്നുന്ന ഇതാണ്, ഗ്യാസ് ഇല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾ അടക്കില്ല. പിന്നെ പഴയമാതിരി അടുപ്പുകളിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയില്ല. തീർച്ചയായും വലിയ ആശങ്കയാണ് അദ്ദേഹം പങ്കുവെച്ചത്. ഈ ഹോട്ടലിന് മാത്രമല്ല, ഇതിനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് കൂടെ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. കഴിക്കാൻ വന്നവരാണ്. ഇവിടെ വിഭവങ്ങളൊക്കെ കുറയേണ്ട ഒരു അവസ്ഥ. ഗ്യാസിന്റെ പ്രതിസന്ധി ഭീഷണിയാണല്ലേ? ഗ്യാസിന്റെ പ്രതിസന്ധി അത്രയ്ക്ക് വലിയ ഭീഷണി ഒന്നുമല്ല. വിഭവങ്ങളൊക്കെ ഇവിടെ സാധാ പോലെ ഉണ്ട്. സാധാ പോലെ വിഭവങ്ങളൊക്കെ ഉണ്ട്. ചോറ് ഒന്നും ഇല്ലെന്നാ പറഞ്ഞു. ചോറ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം ഗ്യാസിന്റെ അത്ര ആദ്യത്തെ അതിൽ സുലഭമായിട്ട് ഗ്യാസ് ഇല്ലല്ലോ. അവിടെ യുദ്ധം നടക്കല്ലേ പശ്ചിമേഷ്യ. ഗ്യാസ് പ്രശ്നമുണ്ടോ? നമുക്ക് ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി വീട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഹോട്ടലുകാരുടെ കാര്യമൊന്നും നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. എന്നാലും നല്ല രീതിയിൽ തന്നെയാണ് പോകും. അത്തരത്തിലൊരു അഭിപ്രായം ആളുകൾ കൂടെ പങ്കുവെക്കുന്നു. ഏതായാലും ഹോട്ടൽ ഉടമകൾക്ക് നല്ല ആശങ്കയുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും പറയുന്നത് അനുസരിച്ച് നാളെ ഉച്ചവരെ ഉപയോഗിക്കാനുള്ള ഗ്യാസ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. സമാനമായ പ്രതിസന്ധി കോഴിക്കോടെ നിരവധി ഹോട്ടലുകളിലുണ്ട്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.